അരൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാന ലാപ്പിലേക്ക്. 3 മുന്നണി സ്ഥാനാർത്ഥികളും കഠിനമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുമായി മുന്നേറുകയാണ്. അരൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് കൃഷ്ണൻകുട്ടി ചേരും. ആലപ്പുഴ ജില്ലയിലെ 102-ാം നമ്പരായ അരൂർ മണ്ഡലത്തിൽ ഇലക്ഷൻ ചൂടുപിടിക്കുന്നു. LDF സ്ഥാനാർത്ഥിയും മുൻ MLAയുമായ ദലീമ, UDFന്റെ സ്ഥാനാർത്ഥിയായി ഷാനിമൽ ഉസ്മാൻ, NDA സ്ഥാനാർത്ഥിയായി PS ജ്യോതിഷ് എന്നിവരാണ് അരൂരിന്റെ അങ്കത്തട്ടിലുള്ളത്. അരൂരിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ ആരാകണം അരൂരിനെ നയിക്കേണ്ടത് എന്നത് കൂടുതൽ വ്യക്തമാക്കുകയാണ് ഓരോ സ്ഥാനാർത്ഥികളും. ചൊവ്വാഴ്ച രാവിലെ 8 മണിയോടെ ദലീമ പ്രവർത്തകരുമായി സമ്മതിദായകരെ കാണാനെത്തിയത് കാക്കത്തുരുത്ത് ദ്വീപിലാണ്. 200-ൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന കാക്കത്തുരുത്തിൽ പ്രവർത്തകരുമായി എത്തി വോട്ട് അഭ്യർത്ഥിച്ചു. വിനയം മുഖമുദ്രയാക്കിയ ദലീമയ്ക്ക് കാക്കത്തുരുത്തിലെ തൊഴിലാളി ജനങ്ങൾ നൽകിയത് ഒരു വീട്ടുകാരിക്ക് നൽകിയ സ്വീകാര്യതയായിരുന്നു. കാക്കത്തുരുത്തിലെ ഒറ്റടിപ്പാതയിലൂടെ നടന്നു വന്ന ദലീമയെ കണ്ടപ്പോൾ തിരഞ്ഞെടുപ്പ് വിജയപരാജയങ്ങളെക്കുറിച്ച് ടൈനൂസ് ആരാഞ്ഞു. ചെന്ന ഇടമെല്ലാം ജനങ്ങൾ വളരെ സ്നേഹിക്കുന്നുണ്ട്. നമ്മളോട് വലിയ കരുതലായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ കാണിക്കുന്ന സ്നേഹം അങ്ങനെയാണ്. അത് ഞങ്ങൾക്ക് വോട്ടായിട്ട് വീഴുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പൊതുവെയുള്ള ആവശ്യം വെള്ളക്കെട്ടാണ്. പക്ഷെ വെള്ളക്കെട്ടിന് നമുക്ക് 7.5 കോടി വെച്ചിട്ടുള്ളതാണ്. അത് ഒരു കോൺട്രാക്റ്റ് എടുത്തതുമാണ്. പക്ഷേ അതിന് അപ്പോഴാണല്ലോ ഈ പെരുമാറ്റച്ചട്ടം വന്നു. അപ്പോൾ അത് കഴിയുമ്പോൾ അത് വർക്ക് നടക്കും. സജുമക്കാരാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിയുമ്പോൾ വർക്ക് നടക്കുമെന്നുള്ളതാണ്. കാരണം ഡ്രഡ്ജ് ചെയ്യാൻ. പക്ഷേ 7.5 കോടി നമുക്കൊന്നും ആവില്ല. നമുക്ക് കോടിക്കണക്കിന് രൂപ വേണം. അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ പല പ്രാവശ്യവും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത്രയൊക്കെ നടത്താമെങ്കിൽ ഗവൺമെൻറ് അതെല്ലാം ചെയ്ത് നമുക്ക് തരും എന്നുള്ള. കോടന്തുരുത്ത് പഞ്ചായത്തിലെ വല്യത്തോട് പാലത്തിന് കിഴക്ക് വശത്തെ മത്സ്യ സംസ്കരണ കേന്ദ്രത്തിൽ സ്ഥാനാർത്ഥി ഷാനിമൽ ഉസ്മാൻ എത്തി. ഫാക്ടറിയിലെ വനിതാ തൊഴിലാളികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. ഫാക്ടറിയിലെ തൊഴിലാളികളിൽ നിന്ന് 10,000 വരുന്ന പീഡിൻ തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭ്യമാക്കണമെന്ന ചോദ്യമുയർന്നു. UDF അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന ചിലത് ഷാനിമോൾ വിവരിച്ചു. 100% വിജയപ്രതീക്ഷയോടുകൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അരൂർ നിയോജക മണ്ഡലത്തിൽ മുന്നോട്ട് പോകുന്നത്. നമ്മൾ പ്രവർത്തനങ്ങൾ വളരെ ചിട്ടയോടുകൂടി തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി സംവിധാനം ഇവിടെ ശക്തമാണ്. സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ UDF ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങൾ ജനങ്ങളുമായി സംവദിക്കുകയാണ്. 18 മാസക്കാലം അരൂരിൻ്റെ ജനപ്രതിനിധിയാകാനുള്ള അവസരം എനിക്ക് ഈ നാട്ടിലെ വോട്ടർമാർ നൽകിയിട്ടുണ്ട്. അതെൻ്റെ ജീവിതാവസാനം വരെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമായി ഞാൻ കണക്കാക്കുകയാണ്. ആ സമയത്ത് ഈ നാടിന് വേണ്ടി ഇടപെടാൻ കഴിയുന്ന മേഖലകളിലൊക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നിയമസഭയുടെ ലൈബ്രറി നോക്കിയാലും ഇവിടുത്തെ പ്രശ്നങ്ങൾ കൃത്യമായി സബ്മിഷനിലൂടെയും മറ്റും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. വികസന കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താനുണ്ട്. കുടിവെള്ളം എന്ന് പറയുന്നത് ഈ മേഖലയിൽ കിട്ടാക്കനിയാണ്. കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സ്ഥിരമായ സംവിധാനം ഇവിടെ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അടിസ്ഥാന തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും ഇവിടെ നേരെ ചൊവ്വേ കൊണ്ടുപോകുന്നില്ല. NDA സ്ഥാനാർത്ഥിയെ പാണാവളിയിലേക്കുള്ള യാത്രയിൽ തുറവൂർ ജംഗ്ഷനിൽ കണ്ടുമുട്ടി. തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയായിരുന്നു PS ജ്യോതിഷും ടൈം ചാനലുമായി വിവരങ്ങൾ പങ്കുവച്ചത്. 2ാം ഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇന്ന് സ്വീകരണ പരിപാടി തുടങ്ങിയാണ്. വരുമ്പോൾ നമ്മൾ തന്നെ ആരംഭിക്കുമ്പോൾ ഈ മണ്ഡലം സാധാരണ ഒരു മണ്ഡലമായിരുന്നെങ്കിൽ ഇപ്പോൾ ദേശീയ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അത് A ക്ലാസ് മണ്ഡലമായി മാറ്റിയതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് വിജയത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടി. ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ ജനങ്ങൾ വൻപിച്ച വരവേൽപ്പാണ് കിട്ടുന്നത്. ഇരു മുന്നണികളും ഇടതു മുന്നണിയും വലതു മുന്നണിയാണെങ്കിൽ ഒരുപോലെ തന്നെ ജനങ്ങൾ തള്ളിക്കളയാൻ സാഹചര്യം. വികസനം ഒന്നും തന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും പറയാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ല. അതുതന്നെയാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷ. ഒരു ഏക ആശയം NDA-യാണ്. നരേന്ദ്രമോദിയോടൊപ്പം തന്നെ ആ വികസന പ്രവർത്തനങ്ങൾ എത്തിക്കുക. ആകാശപാതയാണെങ്കിൽ നമ്മൾ ആകാശപാതയുടെ അടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ആകാശപാത ഫിനിഷ് ചെയ്യുന്ന തുറമുഖ ജംഗ്ഷനാണ് നമ്മൾ നിൽക്കുന്നത്. ആകാശപാതയോളം ആളുകൾ മനസ്സിൽ അരൂരിൻ്റെ വികസനം കാക്കുകയാണ്. കുടിവെള്ളം ലഭ്യമല്ല, അതോടൊപ്പം തന്നെ മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളക്കെട്ടുകൊണ്ട് നടക്കാൻ കഴിയുന്നില്ല. ഈ 2 അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇരു മുന്നണികൾക്കും കഴിഞ്ഞിട്ടില്ല. 5 വർഷത്തോടെ MLA ആണെങ്കിലും 2 വർഷത്തോടെ MLA ആണെങ്കിലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വസ്തുതയ്ക്ക് മുന്നിലാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏറെ സാധ്യതയുള്ള മണ്ഡലം, വികസന സാധ്യതയുള്ള മണ്ഡലമാണ് അരൂർ. വ്യവസായമായിട്ടാണെങ്കിലും കാർഷികമായിട്ടാണെങ്കിലും ടൂറിസത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഏറെ മുന്നേറാൻ കഴിയുന്ന മണ്ഡലമാണ്. ഫലപ്രവചനങ്ങൾക്ക് അതീതമായിരുന്നു
അരൂരിലെ വോട്ടർമാർ എന്നും നിലകൊണ്ടിരുന്നത്. രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളെക്കാൾ അരൂരിലെ ജനങ്ങൾ ദൈനംദിന ജീവിത യാഥാർത്ഥ്യങ്ങളിൽ മുഴുകി ജീവിക്കുന്നവരാണ്. പടിഞ്ഞാറ് കടലും കിഴക്കും വടക്കും കായലും എന്ന പരിവേഷത്തോടെ കഴിയുന്ന അരൂരിലെ ജനങ്ങൾക്ക് ഒരു സമുദായത്തിൻ്റെയും ആധിപത്യം ഇല്ല എന്നത് സത്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ ജാഗ്രത അരൂരുകാരുടെ പ്രത്യേകതയാണ്. അവിശ്വസനീയമായ വിജയപരാജയങ്ങൾ സമ്മാനിച്ച അരൂർ ഇക്കുറി ആരെടുക്കും?